അല്ലാഹു തആലാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ മസദിലെ 2 ആയത്തുകൾ. ഈ ആയത്തുകളുടെ ആശയം എന്ന് പറയുന്നത്, വിറക് ചുമന്നു നടക്കുന്നവന്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരിന്റെ ഒരു കയറുമുണ്ടാകും. ഈ പരിശുദ്ധമാക്കപ്പെട്ട 2 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് ദമ്പതികളായിട്ടുള്ള ഖുറൈശി കുടുംബത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള അബൂ ലഹബിനെയും അവരുടെ ഭാര്യയായിട്ടുള്ള അർവയെയും കുറിച്ചാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന് കൂടിയാണ് അബൂ ലഹബ്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നത്. റസൂലിന്റെ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതോടുകൂടി അബൂ ലഹബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ശത്രുവായി മാറുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഏത് വിധേനയും എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അബൂ ലഹബിന്റെ ഓരോ പ്രവർത്തനങ്ങളും. അതിന് വളരെയധികം പിന്തുണയോടുകൂടിയായിരുന്നു അവരുടെ ഭാര്യയായിട്ടുള്ള അർവ നിന്നിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടറിഞ്ഞു വരുന്നവരെയൊക്കെ വഴിയിൽ വെച്ച് റസൂലിനെ കുറിച്ചുള്ള എല്ലാ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് അവരെ തിരിച്ചയക്കലാണ് അബൂ ലഹബിന്റെ പണി. അതേസമയം റസൂലിനെതിരെ പ്രവർത്തിക്കുന്നതിൽ തന്റെ ഭർത്താവിനേക്കാൾ ഏറെ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു അർവ പ്രവർത്തിച്ചിരുന്നത്. റസൂലിനെതിരെയുള്ള പരിഹാസങ്ങളും വിമർശനങ്ങൾക്കു പുറമെ അർവയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ മുള്ളു വിതറുകയും റസൂലിന്റെ അലക്കിയിട്ട വസ്ത്രങ്ങളിൽ ആരും കാണാതെ മുള്ളുകൾ തറപ്പിച്ചിടുകയുമായിരുന്നു അർവ ചെയ്തുകൊണ്ടിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ദരിദ്രനായി സ്ഥിരമായി കളിയാക്കിക്കൊണ്ടിരുന്നു അർവ. അതേസമയം പേരുകേട്ട പിശുക്കിയായിരുന്നു അർവ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കലും വിമർശിക്കലും ശാരീരികമായി ഉപദ്രവിക്കലും ഒരു ദിനചര്യയായി കൊണ്ടു നടന്നു അർവ. വിറക് കൊണ്ടുവരാൻ ഒരുപാട് ഇതര സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും തന്റെ സമ്പത്തുകളൊന്നും ഉപയോഗിക്കാതെ അതിൽ പിശുക്ക് കാണിച്ച് സ്വയം വിറക് ചുമന്നു കൊണ്ടുവന്നതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അർവയെ വിറക് ചുമട്ടുകാരി പെണ്ണ് എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അർവയുടെ മറ്റൊരാഗ്രഹമായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി തന്റെ കഴുത്തിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ഒരു സ്വർണ്ണമാല ഉപയോഗിക്കുക എന്നുള്ളത്. അർവയുടെ ഈ ഒരു ആഗ്രഹം കാരണമാണ് നരകാഗ്നിയിലേക്ക് അവൾ പ്രവേശിക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരിന്റെ ഒരു കയറുണ്ടാകുമെന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഇത്രയേറെ പീഡനങ്ങളും പരിഹാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഈ ഒരു ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, അത്രയേറെ സൗഭാഗ്യങ്ങൾക്കിടയിൽ ജീവിക്കേണ്ടിയിരുന്നവളായിട്ട് പോലും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരും ഇസ്ലാമിനെതിരും കളിയാക്കിയും പരിഹസിച്ചും പ്രവർത്തിച്ചതുകൊണ്ടാണ് അവൾ അത്രയും ഹതഭാഗിയായി മാറിയത്.